ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തേതൊരു വ്ളോഗാണ് കേട്ടോ. ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ളൊരു വ്ളോഗാണിത്. ഇതിൽ ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളൊരു പ്രൊഡക്റ്റും കൂടി പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. എന്നിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഞാൻ ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് ഒരു 7 മണിയൊക്കെ ആയപ്പോട്ടോ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത്. ഇന്ന് ബബ്ലുവിന് ക്ലാസ്സുള്ള ദിവസമാണ് കേട്ടോ. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ ചുട്ടത്. റവ വെച്ചിട്ടുള്ളൊരു ദോശയാണ് ഞാൻ ചുട്ടത്. ഇതിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. റവ വെച്ചിട്ടുള്ളൊരു ദോശയാണ്. ഭയങ്കര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റിയൊരു ദോശയാണ് കേട്ടോ ഇത്. അപ്പോൾ അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അതൊക്കെ കഴിഞ്ഞ് ബബ്ലുവിനെ ചായ ഒക്കെ കുടിപ്പിച്ച് ഫ്രഷാക്കി ഓനെ ഞാൻ സ്കൂളിലേക്ക് പറഞ്ഞേക്കുകയാണ്. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നാലും ഞാൻ കുറേ ദിവസം മുമ്പ് വാങ്ങിയതാണ് കേട്ടോ. ഞാൻ ഷോർട്ടാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 1 month ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട്. ഞാൻ മീഷോന്ന് സെറ്റായിട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അതാണ് ഞാനിത് വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. 4 നല്ല ഭംഗിയുള്ളത് തന്നെയായിരുന്നു എനിക്ക് കിട്ടിയത്. ഇതെനിക്ക് 160 രൂപക്കാട്ടോ ഇതെനിക്ക് കിട്ടിയത്. നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കിട്ടിയത്. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് ഇതിനൊക്കെ റേറ്റ് ചോദിച്ചപ്പോൾ ഒന്നിന് തന്നെ 200 മുകളിൽ പോകുന്നുണ്ട്. അപ്പോൾ 4 എനിക്ക് 100 സംതിങ്ങിന് നല്ല ഇതിനായിട്ടാട്ടോ എനിക്ക് തോന്നിയത്. അപ്പം ഞാനിതിൻ്റെ കോഡ് വേണേൽ സൈഡിലായിട്ട് കൊടുക്കാം. അതൊക്കെ കഴിഞ്ഞാൽ ഞാൻ അടിച്ച് വാരിയും തൊടിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. അതിന് തന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. മോള് അപ്പുറത്തുനിന്ന് കളിക്കുക കേട്ടോ. ആ ഒരു ടൈമിൽ ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി പിന്നെ ഈ പ്ലാന്റ്സൊക്കെ ഓരോരുത്തർ സെറ്റാക്കി കൊടുത്ത്. ഒന്ന് ബബ്ലുവിൻ്റെ ടേബിൾ മേൽ വെച്ച്, പിന്നെ എൻ്റെ ടീപ്പോയ് മേൽ, പിന്നെ ഒന്ന് കിച്ചണിൽ അങ്ങനെയൊക്കെ കൊണ്ടുവച്ച്. പിന്നെ ഈ ഒരു കീ ചെയിന് ഞാൻ ഉണ്ടാക്കിയതാട്ടോ. ഞാനിപ്പം ചെറുതായിട്ട് റെസിൻ ആർട്ടിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ സ്റ്റാർട്ടിംഗ് ആയിട്ട് ഈ ഒരു കീ ചെയിൻ്റെ ഇതൊക്കെയാണ് കേട്ടോ തുടങ്ങിയത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേയുള്ളൂ. ഞാൻ കുറച്ച് ദിവസം മുമ്പേ റെഡിയാക്കി വെച്ചതാണ്. പിന്നെ അടിച്ച് വാരലും തുടയ്ക്കലൊക്കെ പെട്ടെന്നായിരുന്നു. പിന്നെ ഞാൻ തോനെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. പിന്നെ അടിച്ച് വാരലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞാൽ ഞാൻ എന്നും ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഒരു വെള്ളം അടിച്ച് വെക്കും കേട്ടോ. ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ ബബ്ലുവിന് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടും കൊടുക്കുക എന്നുള്ളതിലാണ് ഞാൻ അടിച്ച് വെക്കുക. ഞാൻ ഇന്ന് പിസ്ത വെള്ളമായിരുന്നു കേട്ടോ വെച്ചത്. പിന്നെ ഇന്ന് ഉച്ചക്കത്തേക്ക് മഞ്ഞച്ചോറും അതുപോലെ തേങ്ങ വറുത്തരച്ച് വെച്ചൊരു ബീഫ് കറി ആയിരുന്നു കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇവിടെ. അങ്ങനെ ഞാനിന്ന് അത് വെക്കാൻ പറഞ്ഞേ. അങ്ങനെ അത് വെച്ച് അതെല്ലാം കഴിച്ച്. ചോറ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ പിന്നെ എടുത്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു വീഡിയോ മാത്രം എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ബബ്ലുവിനെ പിക്ക് ചെയ്യാൻ പോകാനുണ്ട്. അപ്പം ഞാൻ അവനോട് പറഞ്ഞതാണ് ഇന്ന് വൈകുന്നേരം ഞാൻ വന്ന് പിക്ക് ചെയ്തോളാന്ന്. അങ്ങനെ ഒന്നെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഓൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു കൂൾ ബാറിൽ കയറി. ഞാനും ചിയാപ്പാൻ്റെ മോനും കൂടി കേട്ടോ ഓനെ കൂട്ടാൻ പോയത്. അങ്ങനെ ഓന് ഐസ്ക്രീം ഇഷ്ടപ്പെടായിട്ട് കുറച്ച് കാര്യമൊക്കെ ചെയ്ത് പിന്നെ കഫക്കെട്ടൊക്കെ വരുന്നതിനോട് തന്നെ ചെറിയൊരു ഐസ്ക്രീം കപ്പാണ് വാങ്ങിക്കൊടുത്തത്. പിന്നെ ഞാനൊരു കോഫി കുടിച്ച് പിന്നെ ഒരു പബ്സും കഴിച്ച്. പബ്സ് വെറുതെ വാങ്ങിയെന്നേ ഉള്ളൂ, കഴിക്കാനൊന്നും കഴിഞ്ഞില്ല. അത്ര ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. കോഫി ഫുള്ളായിട്ട് കുടിച്ച്. പിന്നെ ആ കുൾബാറിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഇങ്ങനെ പെറ്റ്സിന് കിട്ടുന്നൊരു ഷോപ്പുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ്. അവൾ കുറേ ആയിട്ട് ഇങ്ങനത്തെ വാങ്ങണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ജസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു. ലവ് ബേർഡ്സ് ആണ് കേട്ടോ ഞങ്ങൾ നോക്കിയത്. പിന്നെ അവിടെ കുറേ മോഡൽ പെറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമൊക്കെ എൻ്റെ വീട്ടിൽ ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു. അനിയന്മാരൊക്കെ ഇങ്ങനെ ഇതാക്കുമായിരുന്നു. പിന്നെ അതൊക്കെ ഒഴിവാക്കി. ഇപ്പം കുറേ ആയി ഉണ്ടായിട്ട്. അപ്പോൾ ഈ ഒരു യെല്ലോ ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ ഇതൊക്കെ വാങ്ങണമെന്ന് ബബിളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന്. പിന്നെ കുറേ ഫിഷ് അതൊക്കെ ഉണ്ട്. അതൊന്നും പിന്നെ നോക്കിയൊന്നുമില്ല. ആദ്യമൊക്കെ ഇങ്ങനെ വാങ്ങുന്നതായിരുന്നു. പെട്ടെന്ന് തന്നെ ഇത് ചത്തു. അതുകൊണ്ട് തന്നെ വാങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് കൂൾബാറിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ ഈ ഒരു പുളിയച്ചാർ. എല്ലാവരും കഴിക്കുന്നത് കണ്ട് ഞാനും വാങ്ങിയതായിരുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ബബിളിന് ഞാൻ അടിച്ച് വെച്ച ജ്യൂസ് കുടിച്ചുകൊണ്ട് നിൽക്കുമ്പം ബബിളും മോളും കൂടി അതിന് പിടിയും വലിയായി ആ ഒരു കപ്പ് അവിടെ വെച്ച് പൊട്ടിച്ചിട്ടോ. പിന്നെ അത് ക്ലീൻ ചെയ്യലൊക്കെ ഭയങ്കര ടാസ്ക് തന്നെയായിരുന്നു. പിന്നെ ബബ്ലുവിന് ഇന്ന് കാടമുട്ട ബീച്ചിൻ്റെ സൈഡിലൊക്കെ കിട്ടുന്ന ഒരു കാടമുട്ട മസാല ആക്കിയിട്ടുള്ളതില്ലേ അതാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അതൊക്കെ ആക്കി കഴിച്ച്. അപ്പം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു വ്ളോഗ്.
അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.